ശ്രീ സെബാസ്റ്റ്യൻ പോൾ, നമുക്കറിയാം വഖഫ് വിഷയം ഇപ്പോൾ രാജ്യത്താകമാനം ആശങ്കയിലാക്കുന്ന ഒരു കാര്യത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കാരണം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള പുരാതനമായ കെട്ടിടങ്ങൾക്ക് വരെ ഇവർ അവകാശവാദം ഉന്നയിക്കുന്നു. അവിടെ നിന്ന് തുടങ്ങി സാധാരണക്കാരിലും സാധാരണക്കാരായ കുടികിടപ്പ് അവകാശത്തെ വരെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് ഇത് മാറുമ്പോൾ ഇതിന് ഒരു ഉന്മൂലനം തന്നെ വേണം. വഖഫ് ഭേദഗതി നിയമത്തിലൂടെ ഇതിലെ ഏതൊക്കെ കാര്യങ്ങളാണ്? നമുക്കറിയാം, ആദ്യം ഒരു വ്യക്തിക്ക് ഈ നോട്ടീസ് ലഭിക്കുകയാണെങ്കിൽ വഖഫ് ബോർഡിനെ സമീപിക്കാം, തിരിച്ച് വഖഫ് ട്രൈബ്യൂണലിനെ സമീപിക്കാം, അതോടുകൂടി അവിടെ കഴിയുകയാണ്. പിന്നെ അപ്പീലിന് പോകാനുള്ള സാധ്യതയില്ല. പക്ഷേ അത്തരത്തിലുള്ള നിയമ ഭേദഗതിയിൽ കൊണ്ടുവരേണ്ട അനാവശ്യ ഇടപെടലുകളൊക്കെ മാറ്റേണ്ടത് ഈ കാലത്തിന്റെ അനിവാര്യത തന്നെയല്ലേ? അത് കേന്ദ്ര സർക്കാർ മുന്നോട്ട് കൊണ്ടുവന്നാൽ അതുമായി തീർച്ചയായും മറ്റെല്ലാവരും സഹകരിച്ച് ആ നിയമം പാസ്സാക്കുക തന്നെയല്ലേ വേണ്ടത്? അതെ, പൊസഷൻ ഈസ് 9 points ഇൻ ലോ എന്ന് ഞങ്ങളൊക്കെ ലോ കോളേജിൽ പഠിച്ചിട്ടുണ്ട്. ഭൂമിയെ സംബന്ധിച്ച്, വസ്തുവിനെ സംബന്ധിച്ച് അവകാശം, പൊസഷൻ, അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അഡ്വേഴ്സ് പൊസഷൻ തുടങ്ങിയ പല നിയമതത്വങ്ങളും അക്കാര്യത്തിലുണ്ട്. അങ്ങനെയുള്ള അവസ്ഥയിൽ ഞാൻ പണം കൊടുത്ത് രാജ്യത്തെ നിയമമനുസരിച്ച് രജിസ്റ്റർ ചെയ്ത് വാങ്ങിയ ഭൂമി നാളെ അത് എൻ്റേതല്ല മറ്റൊരാളുടേതാണ് എന്ന അവകാശവാദം ഉണ്ടായാലോ? അൺസർട്ടനിറ്റി, അനിശ്ചിതത്വം, ആ അവസ്ഥയിൽ എങ്ങനെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയും? അപ്പോൾ അവിടെയാണ് അത് വഖഫ് നിയമം അവരുടെ അവകാശവാദം ഉന്നയിക്കുന്നവരുടെ നിലപാടിനെ സാധൂകരിക്കുന്നുണ്ടെങ്കിൽ ആ നിയമത്തിൽ എന്തോ പോരായ്മയുണ്ട്. ആ പോരായ്മ കണ്ടെത്തി അതിന് പരിഹാരമുണ്ടാക്കേണ്ടത് പാർലമെൻറ്റിൻ്റെ ചുമതലയാണ്. അതുകൊണ്ട് എവിടെ നിന്ന് എന്തെല്ലാം എതിർപ്പ് ഉണ്ടായാലും പാർലമെൻറ്റ് ഉത്തരവാദിത്വ ബോധത്തോടെ ആ ജോലി നിർവഹിക്കും. വളരെ ഒപ്രസീവ് ആയി നിലനിൽക്കുന്ന ഈ വഖഫ് നിയമ വ്യവസ്ഥകളിൽ മാറ്റം വരുത്തും എന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായും അങ്ങ് എറണാകുളത്തിൻ്റെ MP കൂടിയായിരുന്നു. ഇപ്പോൾ നിലവിൽ എറണാകുളത്തെ MPയോ അല്ലെങ്കിൽ അവിടുത്തെ MLA മാരോ ആരും ഈ സമരഭൂമിയിലേക്ക് പോകുന്നില്ല. അവർ അവിടെ അവരുടെ ആവശ്യവുമായി സമരം നടത്തുകയാണ്. അങ്ങ്, ഞാൻ ഒരു അപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ് എങ്കിൽ കൂടി, അങ്ങ് എറണാകുളം MP ആയിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നതെങ്കിൽ അങ്ങ് ഈ സമരഭൂമിയിൽ പോകുമായിരുന്നോ? അവർക്ക് പിന്തുണ നൽകുമായിരുന്നോ? ഇന്ന് അങ്ങ് മുൻ MP ആണ് എന്നുള്ള നിലയിലെങ്കിലും അങ്ങ് ഈ സമരഭൂമിയിലേക്ക് പോകാൻ മനസ്സ് വെക്കുന്നുണ്ടോ? അല്ല, തീർച്ചയായും ആ സമരം ചെയ്യുന്ന സാധാരണ മനുഷ്യരാണ്. അവർ ഭൂവുടമകളൊന്നുമല്ല, മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകുന്നവരാണ്. അവർക്കുള്ളത് ആ ഭൂമിയാണ്, ആ കിടപ്പാടമാണ്. അത് സംരക്ഷിക്കുന്നതിനുള്ള അവരുടെ സമരത്തിൽ പങ്കുചേരുക എന്നത് ന്യായബോധമുള്ള ഏത് ജനപ്രതിനിധിയുടെയും ഉത്തരവാദിത്വമാണ്. വ്യക്തിപരമായ ചില അസൗകര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് ഞാനവിടെ പോയിട്ടില്ല, എന്നെ അങ്ങോട്ടേക്ക് അവർ ക്ഷണിച്ചിട്ടുമില്ല. പക്ഷെ അവസരം കിട്ടുന്ന മുറയ്ക്ക് അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിന് എനിക്ക് മടിയില്ല. അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുമാണ് ഞാൻ. തീർച്ചയായും ഈ സമരസമിതി നേതാക്കൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായും ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിനെ അങ്ങോട്ട് ക്ഷണിക്കുക തന്നെ വേണം. ഇത്ര പരസ്യമായി അദ്ദേഹം നമ്മുടെ ചാനലിൽ പരസ്യമായി അദ്ദേഹത്തിൻ്റെ നിലപാട് പറയുന്നു, ന്യായം പറയുന്നു. അതുകൊണ്ട് എറണാകുളത്തിൻ്റെ മുൻ MP കൂടിയാണ്, അഭിഭാഷകനാണ്, ഇക്കാര്യങ്ങൾ കൃത്യമായി ബോധ്യമുള്ള വ്യക്തി കൂടിയാണ്. അപ്പോൾ ഈ വഖഫ് നിയമ ഭേദഗതി വരുമ്പോൾ ഇവരുടെ ദുഃഖങ്ങൾ, ഇവരുടെ പ്രയാസങ്ങൾ മാറുമെന്ന് തന്നെയാണോ അങ്ങ് വിശ്വസിക്കുന്നത്, അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ? അല്ല, ഞാൻ പൂർണ്ണമായും പറയുന്നില്ല. കാരണം ഏതെങ്കിലും നിർമ്മാണ നിമിത്തമോ നിയമ ഭേദഗതി നിമിത്തമോ പരിഹരിക്കാൻ കഴിയാത്ത സങ്കീർണതകൾ ചില വിഷയങ്ങളിൽ ഉണ്ടാകും. ഇവിടെ ഇപ്പോൾ ഇതിനകത്ത് ഒരു വസ്തുവിൻ്റെ അവകാശ തർക്കം മാത്രമല്ല, രണ്ട് സമുദായങ്ങൾ തമ്മിൽ, രണ്ട് മതസ്ഥർ തമ്മിലുള്ള സംഘർഷമായി കൂടി ഇത് മാറിയിട്ടുണ്ട്. ചില വലിയ തോതിലുള്ള അഭിപ്രായ വ്യത്യാസം ഈ ഇരുവിഭാഗത്തിനും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവയ്ക്കെല്ലാം കൂടി പരിഹാരം കണ്ടെങ്കിൽ മാത്രമേ ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് വഖഫിന് ഉണ്ട് എന്ന് പറയപ്പെടുന്ന അധികാരവും അവകാശവും അത് പൂർണ്ണമായും അവർ വിട്ടൊഴിയും എന്നൊന്നും ഞാനിപ്പോൾ കരുതുന്നില്ല. ഞാനും വളരെ കൗതുകത്തോடு തന്നെയാണ് പാർലമെൻറ്റിൽ ഈ ഭേദഗതി ബില്ലിനെ കുറിച്ചുള്ള ചർച്ച കേൾക്കാൻ കാത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് പ്രായോഗികമായ ബുദ്ധിയോടെ, ഉത്തരവാദിത്വ ബോധത്തോടെ, നിയമത്തോടുള്ള ബഹുമാനത്തോടെ പാർലമെൻറ്റ് ഈ കാര്യത്തിൽ ഒരു ഇടപെടൽ നടത്തും എന്ന് ഞാൻ കരുതുന്നത്. വളരെയധികം നന്ദി അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ. ഞങ്ങളുടെ രാവിലെ ഈ പ്രഭാത വാർത്തയിൽ വളരെ സുപ്രധാനമായ വിഷയത്തിൽ അങ്ങ് കാര്യത്തിൽ അഭിപ്രായം പറയാൻ സമയം നൽകിയതിൽ വളരെയധികം നന്ദി. ഞാനൊക്കെ ജേർണലിസം പഠിക്കുന്ന കാലത്ത് അങ്ങ് ചാനലുകൾ നടത്തിയിരുന്ന പത്രവിശേഷം ഒക്കെ കണ്ട് ജേർണലിസം വിദ്യാർത്ഥിയായി വന്ന ആളുകളൊക്കെയാണ്. എന്തായാലും അങ്ങയുടെ ഈ സാന്നിധ്യം ഞങ്ങൾ വളരെ വിലമതിക്കുന്നു. അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ, വളരെയധികം നന്ദി.